കർഷക സംഘത്തിൻ്റെയും കിസാൻ സഭയുടെയും പ്രവർത്തനമെല്ലാം താത്തുവെച്ചിട്ട് പോയ നിരവധി നേതാക്കളെ സംബന്ധിച്ചും ആ സാഹചര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് വിലയിരുത്തിക്കൊണ്ട് അവർ അടിയന്തരമായ കേന്ദ്ര കമ്മിറ്റിയുടെ യോഗം വിളിച്ചുകൂട്ടാൻ തീരുമാനിച്ചു. അവൈലബിളായിട്ടുള്ള എല്ലാ നേതാക്കളും കൂടി ചേർന്നൊരു യോഗം വിളിച്ചുകൂട്ടി സൗ BT രണദേവയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുകയും ഒരു താൽക്കാലിക ജനറൽ സെക്രട്ടറിയായി സൗ C രാജേശ്വര റാവുവിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് അവർ കുറച്ചുകൂടി ഗൗരവമായ ചർച്ചകൾ നടത്തുകയും ചില മാറ്റം അനിവാര്യമാണ് എന്ന നിഗമനത്തിൽ എത്തിച്ചേരുകയും ചെയ്തിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രതിനിധി സംഘം സോവിയറ്റ് യൂണിയൻ സന്ദർശിക്കുന്നതിനും സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളുമായി ചർച്ച ചെയ്യുന്നതിനും തീരുമാനിച്ചിരുന്നു. അങ്ങനെ ഇവിടുന്ന് പാർട്ടിയുടെ 4 നേതാക്കൾ മോസ്കോയിലേക്ക് പോകുന്നതിനും തീരുമാനിച്ചിരുന്നു. മോസ്കോയിൽ പോകുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം 1943 കോമിൻ്റൺ പിരിച്ചുവിട്ടു. മൂന്നാം കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ 1943 പിരിച്ചുവിട്ടത്. ആ ഒരു സാഹചര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലിന് പകരം ഒരു ഇൻഫർമേഷൻ ബ്യൂറോ രാജ്യാന്തര തലത്തിൽ പ്രവർത്തിച്ചിരുന്നു. ആ ഇൻഫർമേഷൻ ബ്യൂറോയിലും ഇന്ത്യയിലുണ്ടായിട്ടുള്ള സംഭവവാസങ്ങളെ സംബന്ധിച്ച് അവരുടെ ചില നിഗമനങ്ങൾ കൂടി പറഞ്ഞിരുന്ന ഒരു സാഹചര്യവും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് മോസ്കോയിൽ പോകുന്നതിനുള്ള തീരുമാനമെടുത്തത്. അതിന് സാക്കൽ എസ് എ ഡാംഗെ, അജയ് ഘോഷ്, പുതിയ താൽക്കാലിക ജനറൽ സെക്രട്ടറിയായിട്ട് എടുത്ത സൗ C രാജേശ്വര റാവു, സൗ ബാസവ പുന്നയ്യ, ഈ 4 പേരെ ചുമതലപ്പെടുത്തുകയും അവർ സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വവുമായി ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. സൗ സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി അവർ ആശയവിനിമയം നടത്തിയിരുന്നു. അന്ന് സോവിയറ്റ് പാർട്ടി, പ്രത്യേകിച്ചും സൗ സ്റ്റാലിൻ, അവർ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളോട് വളരെ കൃത്യമായി പറഞ്ഞ ഒരു കാര്യം, ഒരു സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന് പോകുന്നതിന് മുമ്പ് ഏത് രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും നിങ്ങൾ അതിനുവേണ്ടി ഒരു പാർട്ടി പരിപാടി തയ്യാറാക്കണം എന്നതായിരുന്നു. എങ്ങനെയാണ് ഒരു സോഷ്യലിസ്റ്റ് വിപ്ലവം ഒരു രാജ്യത്ത് നടപ്പിലാക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് പാർട്ടി നേതൃത്വം അതാത് രാജ്യത്തിൻ്റെ പ്രത്യേകതകൾക്കനുസരിച്ച് ഒരു പാർട്ടി പരിപാടി തയ്യാറാക്കണം. ആ പരിപാടിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിലേക്ക് പോകാവൂ എന്ന് അവർ നിർദ്ദേശിച്ചു. എന്ന് മാത്രമല്ല, നമ്മളതിൻ്റെ ചരിത്രപരമായ രേഖകൾ പരിശോധിച്ചാൽ സ്റ്റാലിൻ്റെ നിർദ്ദേശത്തിൽ ഒരു കാര്യം കൂടി വ്യക്തമായിട്ട് കാണാൻ കഴിയും. സ്റ്റാലിൻ പറഞ്ഞത്, നിങ്ങളൊരിക്കലും റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിപ്ലവത്തിൻ്റെ പാതയോ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിപ്ലവത്തിൻ്റെ പാതയോ സ്വീകരിക്കാൻ പാടില്ല. ഇന്ത്യ തികച്ചും വ്യത്യസ്തമായ ഒരു രാഷ്ട്രമാണ്. ആ രാഷ്ട്രത്തിൻ്റെ പ്രത്യേകതകൾക്കനുസരിച്ച് വേണം നിങ്ങൾ ചർച്ച ചെയ്ത് ഒരു പരിപാടി തയ്യാറാക്കാൻ. അതിന് വേറെ ആരുടെയും അനുഭവങ്ങൾ പകർത്താൻ പാടില്ല, മറിച്ച് സ്വന്തം അനുഭവത്തിൽ കൂടിയും സ്വന്തം പഠനത്തിൽ കൂടിയും മനസ്സിലാകുന്ന അടിസ്ഥാനത്തിൽ ഒരു പാർട്ടി പരിപാടി തയ്യാറാക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. അങ്ങനെ അവർ തിരിച്ചു വന്നതിന് ശേഷം 1951 ഒക്ടോബറിൽ കൽക്കട്ടയിൽ വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രത്യേക സമ്മേളനം വിളിച്ചുകൂട്ടി. സമ്മേളനം വിളിച്ചു കൂട്ടുന്നതിന് മുമ്പ് ഏപ്രിൽ മാസത്തിൽ ഇന്ത്യൻ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു പാർട്ടി പരിപാടി അവർ തയ്യാറാക്കുകയും അത് പാർട്ടി സഹാക്കളിൽ സർക്കുലേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അതിൻ്റെയും കൂടി അടിസ്ഥാനത്തിൽ 1951 ഒക്ടോബറിൽ മാസം കൂടിയ പ്രത്യേക സമ്മേളനത്തിൽ ആ പാർട്ടി പരിപാടി, പാർട്ടി പ്രോഗ്രാം ചർച്ച ചെയ്ത് അംഗീകരിച്ചുകൊണ്ട് ആ പ്രത്യേക സമ്മേളനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ ഒരു വലിയ മാറ്റം വരുത്താൻ തീരുമാനിക്കുകയും സൗ അജയ് ഘോഷിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പുതിയ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. അങ്ങനെ 51 ഒക്ടോബറിൽ കൽക്കട്ടയിൽ വെച്ച് കൂടിയ ആ പ്രത്യേക സമ്മേളനത്തിൽ വെച്ച് സൗ അജയ് ഘോഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പുതിയ ജനറൽ സെക്രട്ടറിയായി തീരുമാനിക്കപ്പെടുകയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു പുതിയ പാർട്ടിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയും ചെയ്തു. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. ആ ഭരണഘടനയെക്കുറിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേക സമ്മേളനം വളരെ ചെറുതായിട്ടെങ്കിലും ചർച്ച ചെയ്തിരുന്നു. എന്നാൽ അതിൻ്റെ ആഴവും ഗൗരവവും ഉള്ളടക്കവും ഒട്ടും ചോരാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ
ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുവാനും 1952 നടക്കാൻ പോകുന്ന ആദ്യ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പങ്കാളികളാകാനും ആ സ്പെഷ്യൽ സമ്മേളനത്തിൽ വെച്ച് തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെയാണ് 52 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ പ്രത്യേക സമ്മേളനം സമാപിക്കുന്നതും 52 തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മത്സരിക്കുന്നത്. 1952 ഒന്നാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ ചരിത്രത്തിലും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലും വളരെ പ്രധാനപ്പെട്ടതാണ്. ആ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോക്സഭയിലേക്കും മത്സരിച്ചു, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലേക്കും മത്സരിച്ചു. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചരിത്ര വിജയം നേടി. 1948 നിരോധിക്കപ്പെട്ട പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളതും കൂടി നാം ഓർത്തിരിക്കേണ്ടതാണ്. 52 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ കേരളത്തിൽ പോലും മത്സരിക്കുമ്പോൾ പാർട്ടി നിരോധിക്കപ്പെട്ട നേതാക്കളൊക്കെ ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ആ മത്സരത്തിൽ പങ്കെടുത്ത് ലോക്സഭയിലേക്ക് മത്സരിച്ച് വിജയിച്ച ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള സൗ രവി നാരായണ റെഡ്ഡി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് സൗ രവി നാരായണ റെഡ്ഡിയാണ് ഇന്ത്യൻ ലോക്സഭയിലെ ഒന്നാം ലോക്സഭയിലെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ വ്യക്തി എന്നതാണ് ആ തെരഞ്ഞെടുപ്പിലെ പ്രത്യേകത. പ്രഥമ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് പോലും വോട്ടിൻ്റെ എണ്ണത്തിൽ 2ാം സ്ഥാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കമ്മ്യൂണിസ്റ്റ് സഖാക്കളെ ഇന്ത്യയിലെ ജനങ്ങൾ എത്രത്തോളം അവരുടെ ഹൃദയത്തിൽ ചേർത്ത് നിർത്തിയിരുന്നു എന്നതിൻ്റെ തെളിവാണ് സൗ രവിനാരായണ റെഡ്ഡിക്ക് കിട്ടിയ വോട്ടിൻ്റെ എണ്ണം. അവിടെ ഒരു കാര്യവും കൂടി ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. സൗ രവിനാരായണ റെഡ്ഡി ഉൾപ്പെടെ ആന്ധ്രയിലെ പാർട്ടി അരിവാൾ നിൽക്കതിർ ചിഹ്നത്തിലല്ല മത്സരിച്ചത്. അവരൊരു മുന്നണി രൂപീകരിച്ചുകൊണ്ട് ആ മുന്നണിയുടെ ലേബലിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിരവധി നേതാക്കൾ മത്സരിച്ചത്. അരിവാൾ നിൽക്കതിർ ചിഹ്നം കമ്മ്യൂണിസ്റ്റ് പാർട്ടി 52 തെരഞ്ഞെടുപ്പ് മുതൽ ഉപയോഗിക്കുന്ന ചിഹ്നമാണ്. ഇന്നും ആ തെരഞ്ഞെടുപ്പ് ചിഹ്നം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേതാണ്. ദേശീയമായ ഇലക്ഷൻ കമ്മീഷൻ്റെ അംഗീകാരത്തിലെ ചില വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നം 1952 മുതൽ അരിവാൾ നെൽക്കതിരായിട്ട് തന്നെ നിൽക്കുന്നു എന്നുള്ളതും കൂടി ഈ സന്ദർഭത്തിൽ എല്ലാവരെയും ഓർമ്മിപ്പിക്കട്ടെ. ഒന്നാമത്തെ തെരഞ്ഞെടുപ്പ് മുതൽ ഇപ്പോൾ വരെയും 18ാം ലോക്സഭയുടെ സന്ദർഭം വരെയും ഒറ്റ ചിഹ്നത്തിൽ മത്സരിച്ചിട്ടുള്ള ഇന്ത്യയിലെ ഏക പാർട്ടിയും ഇതുവരെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്നതും നമ്മുടെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ്. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചില മുന്നണിയിൽ കൂടി മത്സരിച്ചതുൾപ്പെടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധികളായി 27 ലോക്സഭാ എംപിമാർ 52 ഇന്ത്യൻ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. കേരളം ഉൾപ്പെടെയുള്ള വിവിധ, അന്ന് തിരുക്കൊച്ചി ഉൾപ്പെടെയുള്ള വിവിധ നിയമസഭകളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മതിയായ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. ആ നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോക്സഭയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കഴിഞ്ഞാൽ 2ാമത്തെ വലിയ പാർട്ടിയായിട്ട് മാറുകയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലഭിക്കുകയും ചെയ്തു എന്നുള്ളതുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാഷണം ഞാൻ നിർത്തുന്നു.